അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെ നോമ്പ് ഇടം വരുത്തി. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും മിസ് ഔട്ട് ആക്കരുത്. എന്നത്തെയും പോലെ തന്നെ ഇന്ന് 4:30 തന്നെയാണ് എണീറ്റത്. ആദ്യം തന്നെ ചിയാ സീഡിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് ആയി എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ഒരുപാട് ലെമൺ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് യോഗർട്ട് ഫ്രൂട്ട്സ് മിക്സ് ആയിരുന്നു. അതായത് നല്ല ഗ്രീക്ക് യോഗർട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കേടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് നമ്മളിലുള്ള ഒരുപാട് മധുരം ഇല്ലാത്ത കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ട് അതാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് വെള്ളം കുടിച്ചു. പിന്നെ നോക്കിയപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ ചൂടെടുത്തിട്ട് ഇവാനും എണീറ്റ്. പുഴയിലൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ. ഇന്നത്തേക്ക് ഇവിടെ കറണ്ട് വരാൻ 5 മണിയാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവാനുനായിട്ട് നേരെ ഉമ്മയുടെ വീട്ടിലേക്ക് വന്നു. ഉമ്മയുടെ വീട് 2 വീട് അപ്പുറമാണ്. അവിടെ ഒരു പുതിയൊരു പേർഷ്യൻ കാറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ആരും വാങ്ങിച്ചോന്നല്ല, അത് ആളെ കണ്ടാൽ ഓടും. പക്ഷെ ഇന്നെന്താണോ ഓടിയില്ല. പിന്നെ നമ്മൾ പുഴയുടെ അടുക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ പുഴയുടെ പടിയുടെ അവിടെ ഫുള്ള് ചെമ്മീനാണ്. ഉപ്പുവെള്ളമായി കഴിഞ്ഞാൽ ചെമ്മീനാണ്. ഇനിയിപ്പോൾ ചെമ്മീൻ അരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു തുടങ്ങും. ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്ത് തലയിൽ കുറേ നേരം ഒരു കല്ല് വീണ് ഇവിടുന്ന് ഒരാൾ എറിയാണ് കേട്ടോ എൻ്റെ തലയിലേക്ക്. അത് കണ്ടിട്ട് എന്നോട് വലിയമ്മ പറയുന്നുണ്ട്, മാറിക്ക് അവൾ എറിയാണ് കല്ല്. ചെറിയ കല്ലുകളായിരുന്നു, ഇടയ്ക്കൊരു വലിയ കല്ല് എറിഞ്ഞായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴേക്കും വീടൊക്കെ തുടച്ച് കുട്ടപ്പനാക്കി കെടുത്തിയിട്ടുണ്ട് കേട്ടോ ഷിഫമോള്. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ടു ഡു ലിസ്റ്റൊക്കെ എടുത്തു, അതൊക്കെ ടിക്ക് ചെയ്തു, അതുപോലെ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ മാക്സിനോട് കമ്പോയിട്ടിരുന്നു. ഞങ്ങൾ കുറച്ച് ബിറ്റുകളാണ് കേട്ടോ കൊണ്ടുവരാൻ. ഒരുപാട് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അതിനുള്ള ഫണ്ട് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അടുത്ത് തന്നെയാണല്ലോ തൃശ്ശൂർ, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കൊണ്ടുവരും. ഇന്നത്തെ തുണികൾ ഒരു രക്ഷയില്ല, അടിപൊളി മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നോർമൽ തുണികളാണ്. ഈ ഒരു ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഈ ഒരു ഫ്ലോറൽ ഡിസൈന് ഭയങ്കര ഇഷ്ടമായി. ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത് ഷാൾ മാക്സിയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗത്ത് മുസ്ലിംസ് ഉള്ളതുകൊണ്ട് ഷാള് അവർക്ക് വേറെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ഷാള് മസ്റ്റ് ആയതുകൊണ്ട് ഷാൾ മാക്സിയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വീറ്റ് വെള്ളയപ്പായിരുന്നു കേട്ടോ. അതിനുള്ള എല്ലാം കട്ട് ചെയ്തു, ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. കുളിച്ച് നിസ്കരിച്ച് വരുമ്പോഴത്തേനും ഞാനിവിടെ പരത്തിയിട്ട മാക്സി തുണിയൊക്കെ ഉമ്മ അടക്കി പറക്കി വെക്കുകയാണ് കേട്ടോ. അതിൽ ഫോട്ടോസൊക്കെ കണ്ടിട്ട് 2-3 പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാ എടുത്തിട്ടുള്ളതെന്ന് എന്നോട് ചോദിക്കുകയാണ്, ഇത് തന്നെയാണോ എന്നൊക്കെ. ഈ ബ്ലൂ ഉമ്മയുടെ കയ്യിലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഞാൻ തന്നെ എടുക്കും. അങ്ങനെ എൻ്റെ ഇന്നത്തെ സ്മൂത്തി എന്ന് പറഞ്ഞാൽ ഷമാം സ്മൂത്തിയാണ് കേട്ടോ. ഷമാം, ഡേറ്റ്സ്, ചിയാ സീഡ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ എൻ്റെ ഇന്നത്തെ ചിക്കൻ കട്ട്ലേറ്റ് ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എനിക്ക് അയച്ചു തന്നിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ആ പാനിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, പിന്നെ ആ ചിക്കനും ഇട്ടിട്ട് ഒന്ന് നന്നായി സോട്ട് ചെയ്തിട്ട് ഇതിൽ പൊട്ടറ്റോ അല്ല ഇടേണ്ടത്. അതിന് പകരം നമ്മളിട്ടിട്ടുള്ളത് റവയാണ് കേട്ടോ, 3 ടേബിൾ സ്പൂൺ. അത് വേവിക്കാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഇങ്ങനത്തെ വെറൈറ്റി റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യണത്. ആദ്യം എന്ത് കിട്ടിയാലും അതൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഞാനൊന്ന് കുറച്ച് ഡയറ്റ് കൺട്രോൾ ആയതുകൊണ്ട് ഇതാണ് കേട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുള്ള റെസിപ്പി. അങ്ങനെ റവ ഇട്ടതിന് ശേഷം വെള്ളം കുറച്ചൊന്ന് കൂടിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും 1 സ്പൂൺ റവ കൂടി ഒഴിച്ചിട്ട് സെറ്റാക്കി ഇങ്ങനെ ഒരു ബൗളിൽ വെച്ചു. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. പിന്നെ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ മുക്കിയിട്ട് ഇനി വേണമെങ്കിൽ ബ്രെഡ് ക്രംസിൽ സോട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാനത് എടുത്തില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചു. പക്ഷേ എൻ്റെ ഓയിൽ കുറച്ചൊന്ന് കൂടിപ്പോയി. എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മുരിച്ചെടുത്തു. പൊട്ടാതൊക്കെ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. ടേസ്റ്റ് ആദ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ച് റവ എനിക്ക് അത്ര വലിയ ഇതില്ലാത്തതുകൊണ്ട് കൊള്ളാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്, അടിപൊളിയാണ്. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്, പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ നോമ്പറക്കണൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് ബാക്കിലായി പോയി. അങ്ങനെ ഞാൻ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നോമ്പറന്നിട്ടുള്ളത്. പിന്നെ ഈ സ്മൂത്തി എടുത്തായിരുന്നു. മധുരമില്ലാത്തതുകൊണ്ട് സ്മൂത്തി ഫ്ലോപ്പ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഷമാമ അത്യാവശ്യം സ്വീറ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇവാനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവാനും അങ്ങനെ സ്മൂത്തി ഒന്നും വരാറില്ല, പക്ഷേ ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ആൾ പിന്നെയും ചോദിക്കായിരുന്നു തായോ എന്ന്. ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നട്ട്സൊക്കെ അടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. ഇവാന് കുടിച്ചത് കംപ്ലീറ്റ് വായ തുറന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മരിപ്പൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാണ്ടിരുന്നു. അപ്പോൾ നടന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നലെ വന്ന കടയിൽ തന്നെയാണ്, ഈശ്വരൻ്റെ കടയിൽ തന്നെയാണ്. കുറച്ച് ദൂരം നടക്കാനുള്ളൂ. എനിക്ക് ഈ കടയിലെ ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ. പിന്നെ കുറച്ച് ഗോവയ്ക്ക, തക്കാളി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഇവ വാശി പിടിച്ചിട്ട് ഒരു കോലിമിഠായും ഒരു സോഡയും ഞാൻ വാങ്ങിച്ചു കൊടുത്തു. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഓട്ടോയിലാണ് തിരിച്ച് വന്നത്. വീട്ടിലെത്തിയപ്പോഴും 3 ആൾക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവരവിടെ ഇരുന്ന് പെയ്യമ്മനെ ചീത്ത പറയേണ്ടത് എൻ്റെ വല്യമ്മയാണ്. ഇവാനിന് 7up വാങ്ങിച്ചെടുത്തതിന് എന്നെ ചീത്ത പറയണം കേട്ടോ. ഈ 7up വീട്ടിൽ വന്നപ്പോൾ ചെറുതായി പൊട്ടിയതെന്ന് പറയുന്നുണ്ട്. അതായത് വണ്ടിയിൽ നിന്ന് ഷെയ്ക്ക് ചെയ്തപ്പോൾ. അപ്പോൾ അതിനും വേറെ ചീത്ത കേട്ട്. എനിക്കിത് സ്ഥിരം കേൾക്കാറുള്ളതാണ്. പിന്നെ ഞാൻ എപ്പോഴും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല, കൊണ്ടുപോയി അവൾക്ക് ഇത് മാത്രമാണ് ഇഷ്ടം. ഇപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ നേരത്തെ ഇവാനിന് ഷിഫമോള് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ വിചാരിക്കണത് രാത്രി ഫുള്ള് കുടിക്കാൻ ഒരു ഡീടോക്സ് വാട്ടർ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അതിനാവശ്യമായിട്ട് ഒരു ഹാഫ് കുക്കമ്പർ, പിന്നെ ഒരു ഫുൾ ലെമൺ, പിന്നെ ഒരു ചെറിയൊരു പോർഷൻ ജിഞ്ചർ ഇട്ടിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് മൂടി വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ വർക്കൗട്ടിൻ്റെ വീഡിയോ എടുത്തില്ല. നമ്മളെ വീട്ടിൽ ഈ സമയത്ത് ഇഷ്ടം പോലെ കടലമാവ് ഉണ്ടാവില്ലേ. എൻ്റെ ഫേസൊക്കെ ആകെ ഡള്ളായിട്ടാണ് കേട്ടോ ഈ സമയത്ത് ഇരിക്കുന്നത്, നോമ്പെടുത്ത ക്ഷീണം എല്ലാം കൂടിയിട്ട്. അപ്പം ഞാനൊരു ഫേസ് പാക്ക് കടലമാവും തൈരും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഞാൻ എന്തിട്ടാലും അതൊക്കെ ചുണ്ടുമ്മലും ഷോളുമ്മലൊക്കെ ആവും. അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഒരു 15 മിനിറ്റ് ഒന്നുമില്ല, ഒരു 7-8 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനത് വാഷ് ഔട്ട് ചെയ്തിട്ടോ. വാഷ് ഔട്ട് ചെയ്ത് അപ്പോൾ തന്നെ നല്ല റിസൾട്ടായിരുന്നു. എനിക്ക് ടാൻ പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പ്രത്യേക ഒരു ഫീല് പോലെ തോന്നിക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ടിപ്പാണ്. വർക്കൗട്ടൊക്കെ ചെയ്ത സ്ഥിതിക്കിന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് ക്ലോത്ത് വെച്ച് തുടച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, അത്യാവശ്യം ടാനൊക്കെ മാറിയിട്ട് അത്യാവശ്യം ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇവാൻ ഇവിടെ ഊഞ്ഞാലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇവാനിനെ ഷിഫമോളാണ് കേട്ടോ ഉറക്കണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ലൈറ്റ് ഇട്ടതാണ്. ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് കരഞ്ഞു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് അവളെ ഞാൻ ആട്ടിക്കൊടുത്തു. ഇനി വാനിന് ഷിഫ്മോൾ ഉറക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഡീടോക്സ് വാട്ടറൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു. കിച്ചണൊക്കെ ക്ലീൻ ആക്കി. ഇതാണ് കേട്ടോ രണ്ടുപേരും കൈമിലിട്ട മൈലാഞ്ചി. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫേസ് യോഗ ഉണ്ടായിരുന്നു എനിക്കിന്ന്. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ല റിസൾട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുഡ് പിക്ക് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷമാണ് കുളിച്ചിട്ട് ഉറങ്ങിയിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് പിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.